കഴിഞ്ഞ ദിവസം നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. അതിഗംഭീരമായ വിജയം നേടി. 27 വർഷത്തിന് ശേഷമാണ് ബി.ജെ.പി. ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നത്. ഇതിനു തൊട്ടു മുമ്പ് നടന്ന നിയമസഭ, ലോക്സഭ ഉപതെരഞ്ഞെടുപ്പുകളിലും അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി.ജെ.പി. അതിശക്തമായ വിജയം നേടിയിരുന്നു. അപ്പൊ ഈ ഒരു ട്രെൻഡ് എന്താണ് സൂചിപ്പിക്കുന്നത്? ഇന്ത്യൻ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയുന്നത്? പലരും നേരത്തെ പറഞ്ഞു, 2 തെരഞ്ഞെടുപ്പുകളിൽ, അതായത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബി.ജെ.പി. വിജയിച്ച സമയത്ത് ആന്റി ഇൻകംബൻസിയുടെ കാലം കഴിഞ്ഞിരിക്കുന്നു, ഇത് പ്രോ ഇൻകംബൻസിയുടെ കാലമാണെന്ന് പറഞ്ഞിരുന്നു. അതായത് നിലവിൽ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ തന്നെ ജനം തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരുകളെ വീണ്ടും ജനം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതായിരുന്നു ഒരു വിശകലനം. പക്ഷെ ഇവിടെ ആ ഒരു വിശകലനം തെറ്റിയിരിക്കുകയാണ്. ഡൽഹിയിൽ നിലവിൽ ഭരിച്ചിരുന്ന 10 വർഷമായിട്ട് ഭരിച്ചിരുന്ന ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരായ ഒരു ആന്റി ഇൻകംബൻസി, ആ ഒരു ഭരണ വിരുദ്ധ വികാരം അവിടെ ഉണ്ടായിരിക്കുന്നു. അവിടെ അതിന്റെ ഗുണം ലഭിച്ചിരിക്കുന്നത് പ്രധാന പ്രതിപക്ഷമായ ബി.ജെ.പിക്കാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അത് എങ്ങനെ വിജയിച്ചു എന്നുള്ളതിനെ കുറിച്ച് പല ചർച്ചകളും നടക്കുന്നുണ്ട്. ഒന്ന്, ബി.ജെ.പി. വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്തു. അതേപോലെ തന്നെ ബി.ജെ.പി. പലപ്പോഴും പ്രചരിപ്പിക്കുന്ന ദേശീയ ആദർശങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുത്വ ആദർശങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് തികച്ചും പ്രാദേശികമായ വിഷയങ്ങൾ അവർ ഊന്നി നിന്നു. ഏറ്റവും അടിത്തട്ടിലുള്ള ചേരികളിൽ വരെ വളരെ കാര്യമായ സ്വാധീനമുണ്ടാക്കി, ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടു, ജനങ്ങളുടെ പ്രതിരോധമുണ്ടാക്കി. അതേപോലെ തന്നെ യമുനയുടെ മലിനീകരണം അല്ലെങ്കിൽ വായു മലിനീകരണം, അതിനെതിരായിട്ട് വളരെ ക്യാമ്പയിൻ നടത്തി. അങ്ങനെ പല വിശകലനം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ RSSന്റെ വളരെ സജീവമായ ഇടപെടൽ ഉണ്ടായി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ വിജയത്തിന് കാരണമായിട്ട് പലരും പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു ഘടകങ്ങൾ തന്നെയാണ്, വളരെ സജീവമായ ഘടകങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതിനൊക്കെ അതീതമായിട്ട് നമുക്ക് ചിന്തിക്കുന്ന സമയത്ത് 2024 ഒരു തെറ്റ് ജനം തിരുത്തുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം 2024 ബി.ജെ.പി. 400-ലധികം സീറ്റ് നേടും എന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അപ്പൊ അന്ന് ബി.ജെ.പി. നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം, ബി.ജെ.പി. അനുഭാവികളെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി. സ്വാഭാവികമായും ജയിച്ചുകൊള്ളും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പല സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിക്ക് വളരെ നല്ല മാർജിൻ ലഭിച്ചിരുന്നു. മധ്യപ്രദേശ് പോലത്തെ സംസ്ഥാനങ്ങളൊക്കെ ബി.ജെ.പി. തൂത്തുവാരുകയായിരുന്നു. പക്ഷേ പല സംസ്ഥാനങ്ങളും തിരിച്ചടി നേരിട്ടു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ പ്രതീക്ഷിച്ചത്ര സീറ്റുകൾ കിട്ടിയില്ല. യു.പിയിൽ കനത്ത തിരിച്ചടി നേരിട്ടു. ഹരിയാനയിലും സീറ്റിൽ കുറവ് വന്നു. മഹാരാഷ്ട്രയിൽ തിരിച്ചടി നേരിട്ടു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്പൊ ബി.ജെ.പി. അധികാരത്തിൽ വന്നെങ്കിലും അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. അപ്പൊ ഇതിന്റെ ഒരു കാരണം 400 സീറ്റ് കിട്ടുമെന്ന വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കുകയും അതേ സമയത്ത് പ്രവർത്തകരൊക്കെ പാർട്ടി ജയിച്ചുകൊള്ളും, അപ്പൊ ഒരു അമിതമായ ആത്മവിശ്വാസം മൂലം അവർ നിഷ്ക്രിയരായത് കൊണ്ടാണോ എന്നുള്ളൊരു വിശകലനം കൂടി വന്നിരുന്നു. പക്ഷെ എന്തു തന്നെയായാലും ഇപ്പോൾ മനസ്സിലാവുന്നത്, ദേശീയ തലത്തിൽ ജനം അപ്പം ബി.ജെ.പിയെ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില മിസ്റ്റേക്കുകൾ, ചില തെറ്റുകൾ വോട്ടർമാർക്ക് പറ്റി, അല്ലെങ്കിൽ ബി.ജെ.പിയെ വിജയിപ്പിക്കുന്നതിൽ, അല്ലെങ്കിൽ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്നതിൽ നിന്നുള്ള ഒരു മാൻഡേറ്റ് അതിന് അവർക്ക് നൽകാൻ കഴിഞ്ഞില്ല. ആ ഒരു തെറ്റ് തിരുത്തുകയാണ് വോട്ടർമാർ എന്നൊരു വിശകലനമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.